ആ, ശ്രീധരനാശം വരുന്ന വഴിയാ? അതെ. ഏതമ്പലത്തിലായിരുന്നു കഥകളി? അമ്പലത്തൊന്നും ഇപ്പൊ കഥകളിയില്ലല്ലോ, സിനിമാറ്റിക് ഡാൻസ് അല്ലേ, അല്ലെങ്കിൽ ഒരു കൂട്ടം അടിപൊളി ഗാനമേള. ശരിയാ, ആളുകൾക്ക് ഇപ്പൊ അതൊക്കെയാ വേണ്ടത്. അല്ല, ആശാനിപ്പോ എവിടെയായിരുന്നു കഥകളി? സർക്കാരിന്റെ ടൂറിസം പരിപാടി? ഏയ്, ടിവിയിലേക്ക് ഓണാഘോഷ പരിപാടി റെക്കോർഡ്. തിരുവനന്തപുരത്ത് നിന്ന് വരികയല്ലേ? അപ്പൊ ഒരുപാട് കാശ് തടഞ്ഞു കാണുമല്ലോ. ഓ, കുറെ കാലമായിട്ട് കഥകളിയൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് കിട്ടിയ കൊള്ളാം. മറ്റൊന്നും തോന്നരുത് ആശാനെ, ഞാൻ ആകെ കഷ്ടത്തിലാ. കൃഷ്ണൻകുട്ടി, ആദിപ്പോ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞു വരികയല്ലേ, കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നാ മതി. കൃഷ്ണൻകുട്ടി, എനിക്കിത്തിരി സാവകാശം വേണം. അത് കൊള്ളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആശാനെ? ഇതിപ്പോ എത്ര മാസമായിരുന്ന വിചാരം? ആശാന്റെ മുഖത്ത് നോക്കുമ്പോൾ സഹതാപം തോന്നും. അധികം സഹതപിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ കടയും പൂട്ടി കുചേലനായി വീട്ടിലിരിക്കേണ്ടി വരും. ആകെ കിട്ടിയതാ. തൽക്കാലം അത് മതി. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ആശാനെ, അത്രയ്ക്ക് കഷ്ടത്തില. അമ്മേ, ദാ അച്ഛൻ വരുന്നു. നോക്കട്ടെ. ഒന്നുമില്ല മോളെ, കുറച്ച് ഉപ്പേരിയാ. അപ്പൂപ്പ, എനിക്കൊന്നുമില്ലേ? മോൾക്കല്ലാത്ത പിന്നെ ആർക്കാ? ഇവിടെ വറുത്താ പോരായിരുന്നു അച്ഛാ. മറ്റൊരു തേങ്ങ ഉടക്കുമ്പോ നമ്മൾ ചിരട്ടെങ്കിലും ഉടക്കണ്ടേ മോളെ? എന്താ താമസിച്ചത്? ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയതേ ഇല്ല. ഉമ്മർത്ത ലൈറ്റ് ഇട്ട് കാത്തിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റാൻഡിൽ വന്നപ്പോ ലാസ്റ്റ് ബസ്സും പോയി, പിന്നെ അവിടെ ഇരുന്ന് ഉറങ്ങി. ദാ ചായ. പ്രഭാകരൻ ഇന്നലെ വന്നിരുന്നു. സുഗന്ധിക്ക് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിരുന്ന സ്ത്രീധനം ബാക്കി അവനിപ്പൊ കിട്ടണത്രേ. നല്ലോണം കുടിച്ചിട്ടാ വന്നേ. സുഗന്ധിയുടെ കല്യാണം കഴിഞ്ഞ വകയിൽ വീടും പറമ്പും സൊസൈറ്റിയിൽ പണയത്തില. കൊല്ലം ഇത്രയായിട്ടും ബാക്കി പണം കൊടുത്തില്ല എന്നാ അവന്റെ പരാതി. ഇങ്ങനൊരു അവസ്ഥയിൽ സ്ത്രീധന ബാക്കി ചോദിച്ചാൽ നമ്മൾ എവിടുന്ന് കൊടുക്കും ദേവകി? എന്തിനാ ചേച്ചി കരയണേ? ഒന്നുമില്ല കുട്ടി, കണ്ണിലൊരു കരട്. എനിക്കറിയാം, പ്രഭാരയുടെ പണം ചോദിച്ച് വഴക്കല്ലേ. എല്ലാവർക്കും പണം പണം എന്നുള്ള വിചാരമേ ഉള്ളൂ. സ്നേഹത്തിന് മാത്രം ഒരു വിലയില്ല. പണത്തിന്റെ ആവശ്യത്തിന് പണം തന്നെ വേണ്ടേ? ചേച്ചി പ്രഭാകരനെ ഒരിക്കലും കുറ്റം പറയില്ലല്ലേ? പെൺകുട്ടികളെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമെന്നാ അച്ഛനമ്മമാരുടെ വിചാരം. പ്രഭാകരനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ചേച്ചിക്ക് കഴിയേണ്ടതാ. പ്രഭാകരേട്ടൻ എന്തിനാ കുറ്റം പറയുന്നേ? അച്ഛൻ വാക്ക് പറഞ്ഞിട്ടല്ലേ. വാക്ക് പാലിക്കണം എന്നുള്ള വിചാരം അച്ഛനില്ലാണ്ട് പോയാ? അതേടി, അച്ഛൻ വാക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി വിൽക്കാനും പണയപ്പെടുത്താനും ബാക്കി ഒന്നുമില്ലാന്ന് ഓർത്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആ മനുഷ്യനെ തീ തീറ്റിക്കരുത്. അല്ലെങ്കിൽ ഒടുക്കം ഞങ്ങള് രണ്ടാളും വല്ല വിഷവും കഴിച്ച് ചത്തുകളയും. അമ്മേ, കുഞ്ചുവോ, വരൂ, അകത്തേക്ക് ഇരിക്കാം. ഭയങ്കര ചൂട് ഇവിടെ, അങ്ങനെ ഇരിക്കാശനെ. ആശനെ കണ്ടിട്ട് കാലം കുറച്ചായല്ലോ. ദേവകി, നമ്മുടെ കുഞ്ചു വന്നിരിക്കുന്നു. വരണോട്ടാ. ഒരു ചായ ഇങ്ങനെ എടുത്തോളൂ. കണ്ടിട്ട് എത്ര കാലമായി കുഞ്ചു? നമ്മൾ പൂർണ്ണത്രേശ്യന്റെ അമ്പലത്തിൽ വെച്ച് ഉത്സവത്തിന് കണ്ടതല്ലേ, ഓർമ്മയുണ്ടോ കുഞ്ചുവിന്? പിന്നെ ആശാനോട് കഥകളിക്ക് വന്നപ്പോ ആശാന്റെ കുചേല വേഷം തകർപ്പൻ തന്നെ. താന്റെ ചെണ്ട എന്താ മോശ? ആപാരല്ലേ? ആശാനിപ്പോ കളിയൊന്നുമില്ലേ? എവിടെ? കാലം മാറിയില്ലേ? വളരെ ബുദ്ധിമുട്ടില്ല. ഓണാണെങ്കിൽ പഠിക്കൽ വരെത്തി. കാര്യങ്ങളൊക്കെ പരിങ്ങില്ല. തന്നോടായതുകൊണ്ട് തുറന്നു പറയാം, നമ്മൾ അങ്ങനെ കഴിഞ്ഞവരല്ലേ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിൾ കഞ്ഞി എന്നല്ലേ പ്രമാണം. നമ്മൾ പഴയ കലാകാരന്മാരുടെ കാര്യമോ? നമുക്കിപ്പോഴും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി. കുഞ്ചു കട്ടനാണ് കേട്ടോ കുഞ്ചു. മതി, ധാരാളം മതി ചേച്ചി. കുഞ്ചു, ഭാര്യക്കൊക്കെ സുഖം തന്നെയല്ലേ? ഒന്നും പറയണ്ട എന്റെ ദേവി ചേച്ചി, അവള് വയ്യാണ്ടിരിക്കുക. വാദത്തിന്റെ അസുഖ.
മരുന്നും മന്ത്രവുമായിട്ട് അങ്ങനെ നീങ്ങുന്നു. അതിപ്പോ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ കുട്ടത്തിരുവിനെ കാണാറുണ്ടോ? ഞങ്ങൾ രണ്ടാളും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. പിന്നെ ഒരാൾ കൃഷ്ണനും മറ്റേയാൾ കുചേലനും, രണ്ടും കൂടി ചേർന്നാൽ അരങ്ങ് തകർപ്പൻ. ഓ, കേമൻ തന്നെയാണേ. അതൊക്കെ പഴയ കാലം, എല്ലാം പോയില്ലടോ. പക്ഷെ കുട്ടനമ്പൂരി ഇപ്പൊ നല്ല സ്ഥിതിയിലാ. മക്കള് രണ്ടുപേരും ഗൾഫിലാ. എല്ലാ മാസവും റെഡി മണിയായിട്ട് കാശ് വരും. എന്റെ അഭിപ്രായത്തില് ശ്രീധരൻ ആശാൻ കുട്ടൻതരുമിന്റെ അടുത്തൊന്ന് പോണം. പഴയ ആളല്ലേ, ഒന്ന് കണ്ടു കളയൂ. അങ്ങനെയൊക്കെ വലിയ സ്ഥിതി കഴിയുമ്പോ നമ്മയൊക്കെ ഓർക്കുവോ? പിന്നെ ഓർക്കാതെ. കൃഷ്ണനും കുചേലനും അല്ലേ. നിങ്ങളുടെ കുചേലവൃത്തം ബഹു കേമ. രണ്ടാളും എന്താ പൊരുത്തം. കളി കളിച്ച് അറം പറ്റിയിടോ. ഞാൻ കുചേലൻ തന്നെയായി. കുട്ടനമ്പൂരിയോ സാക്ഷാൽ കൃഷ്ണൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ അടുത്തു വരെ വന്നപ്പോ ആശാനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഊണ് വെച്ചിട്ട് പോവാൻ കുഞ്ചു. അയ്യോ വേണ്ട ചേച്ചി, വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. ഏതായാലും കുട്ടൻതരുമിനെ കാണാൻ മടിക്കരുത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ പറഞ്ഞ ശരിയാ. കുട്ടൻ തിരുമേനെ ഒന്ന് ചെന്ന് കാണണം. ഞാൻ യാചിക്കാൻ ഇറങ്ങണം എന്നാണോ ദേവകി? പഴയ ഒരു കൂട്ടുകാരനെ കാണുന്നത് എങ്ങനെ യാചനയാവുക? ഞാനൊന്നും പറയണില്ലേ. ഇവിടെ പിള്ളേർക്ക് ഓണക്കൂടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൂപ്പ, എനിക്ക് ഓണക്കോടി എടുത്താ? മോൾക്കല്ലാതെ പിന്നെ ആർക്കാ കൂട്ടിയെടുക്കുക? ദാ, പഴയ ചങ്ങാതിയെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോയിന്ന് വേണ്ട. ഇത് ഞാൻ ഓണായിട്ട് കുട്ടികൾ കൊടുക്കാൻ വാങ്ങിയതല്ലേ. സാരമില്ല, അവർക്ക് വേറെ വാങ്ങിക്കൊടുക്കാലോ. ഇതിപ്പോ കുചേലൻ അതിലുമായി ശ്രീകൃഷ്ണനെ കാണാൻ പോയ പോലെ ആയില്ലേ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. സന്തോഷായിട്ട് പോയിട്ട് വരൂ. കേശവ, കേശവ. ഓ, ഞാനിവിടെ ഉണ്ടേ. എടോ, ഭക്ഷ്യം വലുതായോ? അതൊക്കെ എപ്പോഴേ റെഡിയായി. താനിതൊക്കെ ഒന്ന് നോക്കടോ. കുട്ടികൾക്ക് വാങ്ങിയ ഓണക്കോടികളാ. ഇതാർക്കാന്നറിയോ? ഓ, ലേഖമോൾക്കായിരിക്കും. ആ, അവൾ എറണാകുളത്ത് വല്ല പേര് കേട്ട ഡോക്ടറൊക്കെ ആയിരിക്കും. എന്നാലും അവളുടെ അച്ഛന്റെ സെലക്ഷൻ അവൾക്ക് ഇഷ്ടം. ഇതാർക്കാന്നറിയോ? എടോ ബെടുവാ, ഇത് മൂത്ത മരുമകൾക്ക്, നമ്മുടെ വിഷ്ണുമായിക്കേ. അതിന് മകനും മരുമകളും ഗൾഫിലല്ലേ? ഓണം നമുക്ക് പൊട്ടിക്കണം. എല്ലാവരും വരും. അബുദാബിന്ന് ജാതവേദനും ഭാര്യ വിഷ്ണുമായും അവരുടെ കുട്ടിയോളും, ബോംബെന്ന് ബ്രഹ്മദത്തനും ഭാര്യ പ്രിയദത്തയും അവരുടെ കുട്ടിയോളും, എറണാകുളത്തുനിന്ന് എന്റെ രേഖാമോളും അവളുടെ ഭർത്താവും കുട്ടിയോളും. എല്ലാവരും കൂടി അടിപൊളിയായിരിക്കും. എന്തിനാടോ ഓണായിട്ട് അടിക്കും പൊളിക്കുകയൊക്കെ ചെയ്യണത്? അതിപ്പോഴത്തെ ഒരു പ്രയോഗമാണ്. കേമാക്കാച്ച് അടിച്ചു പൊളിക്കാനാ? ഭാഷയില് പറഞ്ഞ ഓരോ പരിഷ്കാരങ്ങളെ കലികാലം തന്നെ. ആരുല്ലേ ഇവിടെ? ഇതാരെ? നമ്മുടെ കുചേലൻ, നമ്മുടെ ശ്രീധരൻ. കണ്ടിട്ട് എത്ര കാലമായിടോ ശ്രീധര. ഇരിക്കടോ, താനിരിക്കടോ. താൻ ഒരു പാടങ്ങട് മാറിപ്പോയല്ലോ. തിരുമേനിക്ക് യാതൊരു മാറ്റവുമില്ല, പഴയ ആള് തന്നെ. താൻ നമ്മളെ ഒന്നും മറന്നില്ലല്ലോ. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അന്വേഷിച്ചു വന്നല്ലോ താൻ.
ഹലോ, ആരാ? ആ, നിങ്ങൾ എപ്പോഴാ എത്തുന്നത്? അച്ഛാ, ഇവിടെ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ബിസിനസ് ടൂർ വന്നിരിക്കുന്നു. നിന്റെ കാര്യം എനിക്കറിയാം. നീ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുമെന്ന് ഉറപ്പാ. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ കമ്പനി കാര്യങ്ങൾക്കൊരു മുടക്കും വേണ്ട. നീ പ്രിയത്തെയും കുട്ടികളെ ഇങ്ങ് വിമാനം കയറ്റി വിട്. അച്ഛാ, ഞാനില്ലാണ്ട് അവർ വരണില്ല അത്രേ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ വന്ന് തറവാട്ടിൽ ഊണ് കഴിക്കണമെന്ന് അവൾ പറഞ്ഞു കൊടുക്ക്. അതല്ല പ്രശ്നം. അവൾ ഇവിടെ ബോംബെ മലയാളി സമാജത്തിന്റെ വിമൻസ് വിങ്ങിന്റെ സെക്രട്ടറിയാ. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ. അബുദാബിയിൽ നിന്ന് ജാദവേദിനും ഫാമിലിയും ഇന്നെത്തും. എറണാകുളത്ത് നിന്ന് ലേഖയും ഭർത്താവും കുട്ടികളും എത്തും. ഓക്കെ, ശരി ശരി. ബോംബെയിൽ നിന്ന് മകനാ. അവര് വരണില്ലേ അത്രേ? വരണിരീ വരണ്ട. ആ കേശവ, ഭക്ഷണം എടുത്തു വെക്കേ. എല്ലാം റെഡിയായി, വന്നോളൂ. ശ്രീധര, നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ടിരിക്കാം. ഞാൻ കഴിച്ചതാ. എന്തിനാടോ കള്ളം പറയണേ? താൻ ഒന്നും കഴിച്ചിട്ടില്ല, നീ മുഖം കണ്ടാലേ അറിയാമല്ലോ. വലിയ അഭിമാനിയാണ് അല്ലേ? തന്നെ ഊണ് കഴിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. വരാ. എടോ ശ്രീധര, തന്റെ ഭാര്യയും കുട്ടികളൊക്കെ സുഖമായിരിക്കണോ? ഉവ്. കളിയൊന്നുമില്ലേ? ഇപ്പൊ എവിടെയാ കളി? കളിയൊന്നുമില്ല. അത് ശരിയാ. നാട്ടിലുള്ള കടലിക്കാർ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വിദേശ പര്യടനത്തിലാ. ഹലോ. ഹലോ അച്ഛാ, ഇത് ഞാനാ, ജാദവേതൻ. പിന്നെ എപ്പോഴാ അങ്ങോട്ട് പുറപ്പെടണേ? അയ്യോ അച്ഛാ, ഇവിടുന്ന് ഒരു തരത്തിലും തലവരാൻ വരാത്ത അവസ്ഥയിലാ. അപ്പൊ നീ ഭാര്യയും കുട്ടികളുമായിട്ട് ഇപ്രാവശ്യം എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ട്? ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ജോലി തിരക്കുണ്ട്. അത് പറഞ്ഞാ പറ്റില്ല. ഇപ്രാവശ്യത്തെ ഓണം കൂടി അച്ഛൻ ഞങ്ങളില്ലാതെ അവിടെ ആഘോഷിക്കണം. ഞാൻ വിശദമായിട്ട് എഴുതാം. ഹലോ, ഞാൻ പറയണെന്ന് കേക്ക്. ഞാൻ വിശദമായിട്ട് കത്തെഴുതാം. ജാലവേദ, ഫോൺ വെക്കരുത് മോനെ. ഞാൻ പറയട്ടെ, ഞാനാ പറയണ. ഓക്കെ ബൈ അച്ഛാ. ഓക്കെ. എടാ, ഫോൺ വെക്കല്ലേ, അച്ഛനൊന്ന് പറയട്ടെ. സമാധാനമായിട്ട് അങ്ങോട്ട് ഊണിക്കാൻ പറ്റിയില്ല. ആ, അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അടുത്ത വല്ല സ്ഥലമാണോ അബുദാബി എന്ന് പറയുന്ന സ്ഥലം? അല്ല, വരുന്നു പറഞ്ഞ് അവനെ വയസ്സിനെ മോഹിപ്പിക്കരുതായിരുന്നു. എന്തായാലും എന്റെ പഴയ ചങ്ങാതിയെ കാണാൻ കഴിഞ്ഞല്ലോ. അതാണ് ഇപ്പോഴത്തെ സന്തോഷം. നമുക്കിനി എന്നാടോ ഒന്നിച്ചൊരു കഥകളി ആടാൻ പറ്റുക? തന്റെ കുചേലൻ എന്താ അങ്ങയുടെ കൃഷ്ണവേഷം അത് കാണുമ്പോൾ, ഒപ്പം അഭിനയിക്കുമ്പോൾ വൈകുണ്ഠത്തിൽ നിൽക്കുകയാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ തന്റെ കുചേലുണ്ടല്ലോ, സാക്ഷാൽ ദ്വാരകാപുരയിലെ കൃഷ്ണഭഗവാനും പോലും രസിച്ചിട്ടുണ്ടാവും. താനൊരു ഈശ്വരാനുഗ്രഹ ആളാണോ? ഈശ്വരാനുഗ്രഹം അത് പറയാതിരിക്കുന്നതാണ് ഭേദം. കുചേലവേഷം കെട്ടിക്കെട്ടി ഒടുക്കം ഞാനൊരു കുചേലൻ തന്നെയായി. ശരിയാവൂടോ. എന്ത് ശരിയാവാൻ? ഇത്തവണത്തെ ഓണം എങ്ങനെ ആഘോഷിക്കുമെന്ന ചിന്തയിലാണ് ഞാൻ. താൻ ഇപ്പോഴും ഒരു പ്രാരാബ്ധക്കാരനാണ് അല്ലേ? എടോ ശ്രീധര, തന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം കുചേലന്മാരുള്ള നാടാണിത്. ദരിദ്രനാരായണന്മാരുടെ നാട്. ദാരിദ്ര്യമില്ലാണ്ടായാൽ പിന്നെ ആരെയാ ദരിദ്രനാരായണന്മാരെന്ന് വിളിക്കുക? അതെ അതെ. എടോ, എല്ലാറ്റിനും അപ്പുറം ഒരു സമത്വസുന്ദര ലോകത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വസന്തകാലം നമുക്കുണ്ട്. ആ അസുര ചക്രവർത്തി നാടുവാണ കാലം മലയാളിക്ക് മാത്രം കിട്ടിയ സൗഭാഗ്യ അത്. താനാ കഥകളിപ്പദങ്ങൾ ചൊല്ലൂ, കേക്കട്ടെ.
ഇപ്പോ നേരം കുറച്ചായി. തിരുവോണല്ലേ, ഓണായിട്ട് നേരത്തെ വീട്ടിലെത്തണം. ഹായ്, തന്റെ കൂടെ ഇരുന്നിട്ട് നേരം പോയത് അറിഞ്ഞില്ല. താൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. ഇതങ്ങോട്ട് മറന്നുപോയി. ഹേയ്, ഇതെന്താടോ? കുറച്ച് ഉപ്പേരിയാണ്. ഓ കൊള്ളാം. ദേവകിയും പിള്ളേരും വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നുണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വഴിച്ചെലവിനുള്ള കാശൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെ ഉണ്ട്. എന്നാ വൈകുന്നില്ല, ഞാൻ ഇറങ്ങാം. ആ, പഴയ ചങ്ങാതിയായിട്ട് വെറും കൈയോടെ വിടേണ്ടിയിരുന്നില്ല. താൻ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ലടോ അയാള്. എന്നാലും ആളൊരു പ്രാരബ്ധക്കാരനല്ലേ? ശരിക്കും ആൾ കുചേലനാണെങ്കിലും ആളൊരു അഭിമാനിയാ. നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്ന് വെച്ച് അയാളത് സ്വീകരിക്കണമെന്നില്ല. അതിരിക്കട്ടെ, താൻ ആ രേഖാമോളെന്ന് വിളിച്ചേ. ഹലോ, ഡോക്ടർ ലേഖ സ്പീക്കിംഗ്. രേഖാമോളാണോ? നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഭയങ്കര ബിസിയാണ് അച്ഛാ. മോളെ, എറണാകുളത്ത് ഇവിടെ വരാൻ എന്താ അത്ര പ്രയാസം? ഇത്തവണ അച്ഛൻ ഇങ്ങോട്ട് വാ, ഓണം നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ആഹാ, അത് കൊള്ളാമല്ലോ. ഞാൻ അങ്ങോട്ട് വരാനോ? ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലിൽ നല്ല ബെസ്റ്റ് ഓണസദ്യ ഉണ്ട്. 250 ബെക്സ് പറയില്ല. ഓണായിട്ട് ഹോട്ടലിൽ പോയി ഉണ്ണാനോ? കലികാലം എന്തായി കേക്കണത്? 21 കൂട്ടം കറികളായിട്ട് നല്ല ഒന്നാം തരം സദ്യയാ. ഇവിടെ കുട്ടികളൊക്കെ അപ്പൂപ്പിനെ കാണാൻ ധൃതിയായിട്ടിരിക്കുക. അതാ പറഞ്ഞത്, എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ. അച്ഛൻ ഇങ്ങോട്ട് വന്നാ മതി. ഞാൻ വേണമെങ്കിൽ വണ്ടി അയക്കാം. ലേഖേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. അബുദാബിയിൽ നിന്നും ബോംബെയിലുള്ളവർക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഇവിടെ എറണാകുളത്തല്ലേ? അച്ഛാ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നീ ഫോൺ വെച്ചോളൂ. അല്ല അച്ഛാ, ഇവിടെ ഭയങ്കര ബിസിയാ. എനിക്ക് പുള്ളിക്കാരന് പേഷ്യൻസ് ഒഴിഞ്ഞ് നേരമില്ല. ഇതിനിടയ്ക്ക് അവിടെ വരെ. നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഫോൺ വയ്ക്ക. കേശവ, താൻ വണ്ടി എടുക്ക. അമ്മേ, അപ്പൂപ്പൻ വന്നു. എല്ലാം തിരുമേനയുടെ ഏർപ്പാടുകളാ. എടോ ശ്രീധര, മാറി, എല്ലാം യാന്ത്രികമായി തീർന്നു. പിന്നെയോ കാട് വീടായി, വീട് കാടായി, മനുഷ്യൻ മൃഗമായി. ഇപ്പോൾ മൃഗങ്ങൾക്കിടയിലും കൃഷ്ണമൃഗങ്ങളുണ്ട്, അങ്ങയെപ്പോലെ. മാവേലി നാടുവാണിടും കാലം, മാനവ സങ്കൽപ്പ പുണ്യകാലം. മാവേലി നാടുവാണിടും കാലം, മാനവ സങ്കൽപ്പ പുണ്യകാലം. കള്ളവുമില്ല, ചതിയുമില്ല, കൊള്ളപ്പലീശക്കാരുമില്ല. കള്ളവുമില്ല, ചതിയുമില്ല, കൊള്ള
കൊള്ളപ്പലീശക്കാരുമില്ല. ഞങ്ങളിടത്തരക്കാർ അരവയ കഞ്ഞിക്ക് യോഗമുള്ളോ? ഞങ്ങളിടത്തരക്കാർ അരവയ കഞ്ഞിക്ക് യോഗമുള്ളോ? കുപ്പമാടത്തിലും കൊട്ടാരത്തിലും ഒപ്പമായോണം വന്നേ. കുപ്പമാടത്തിലും കൊട്ടാരത്തിലും ഒപ്പമായോണം വന്നേ. ഒപ്പമായോണം വന്നേ. മാവേലി നാടുവാണിടും കാലം മാനവ സങ്കൽപ്പ പുണ്യകാലം. മാവേലി നാടുവാണിടും കാലം മാനവ സങ്കൽപ്പ പുണ്യകാലം. കള്ളവുമില്ല ചതിയുമില്ല കൊള്ളപ്പലീശക്കാരുമില്ല. കള്ളവുമില്ല ചതിയുമില്ല കൊള്ളപ്പലീശക്കാരുമില്ല. മണിമുറ്റം പൂക്കളമായേ മലനാടിനുത്സവമായേ. മണിമുറ്റം പൂക്കളമായേ മലനാടിനുത്സവമായേ. തിരുവോണപ്പൊന്നു ഞാലിൽ വിലേവാമാവേലി. തിരുവോണ